നമസ്കാരം. ആദ്യം നെയ്മർ, പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ, ഒടുവിലിതാ മെസ്സിയും. ഈജിപ്തുമായുള്ള പ്രീ ക്വാർട്ടർ മത്സരത്തിന്റെ 79-ാം മിനിറ്റ് വരെ പലരും എഴുതി വെച്ച വാചകം ഇതായിരുന്നു: അർജന്റീന പതിവില്ലാത്ത വിധം 2-0 ഈജിപ്തിനോട് പിന്നിട്ട് നിൽക്കുന്ന ഘട്ടം. ഇനിയൊരു തിരിച്ചുവരവുണ്ടാവില്ലെന്ന് പലരും കരുതി. കാരണം ലോകകപ്പിന്റെ ചരിത്രത്തിൽ 13 തവണയാണ് അർജന്റീന 2 ഗോളിന് പിന്നിലായതിനു ശേഷം തിരിച്ചുവരവില്ലാതെ കീഴടങ്ങിയത്. അത്തരമൊരു ചരിത്രം ഇവിടെയും ആവർത്തിക്കുമെന്ന് പലരും കരുതി. അവിടെയാണ് മെസ്സി എന്ന അവതാരം പുനർജനിച്ചത്. ഒരു പെനാൽറ്റി നഷ്ടപ്പെടുത്തിയതിലൂടെ ദുരന്ത നായകനായി മെസ്സിയെ ചിത്രീകരിക്കാനായിരുന്നു പലർക്കും മോഹം. എന്നാൽ മെസ്സി നടത്തിയൊരു തിരിച്ചുവരവുണ്ടല്ലോ, ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ഒന്നായിരിക്കും. 79 മിനിറ്റ് വരെ 2-0 പിറകിൽ നിന്നുകൊണ്ട് കളിയുടെ അവസാന നിമിഷത്തിൽ 3-2 വിജയകുതിപ്പ് നടത്തിയ മെസ്സിയും സംഘവും ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ കാഴ്ചകളിൽ ഒന്നാണ്. സുന്ദരമായ ഫുട്ബോൾ കാഴ്ചകളിൽ ഒന്ന്. ഈജിപ്തിന് അവകാശപ്പെടാൻ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഈ കളിയിൽ. തുടക്കത്തിൽ തന്നെ കളിയിൽ മുൻതൂക്കം നേടാനായിരുന്നു ഈജിപ്തിന്റെ ശ്രമം. 15-ാം മിനിറ്റിൽ അതിന് ഫലം കണ്ടു. യാസിർ ഇബ്രാഹിം അർജന്റീനയുടെ വലകുലുക്കി 1-0. തൊട്ടു പിന്നാലെ 21-ാം മിനിറ്റിൽ ഒരു പെനാൽറ്റി ലഭിച്ചു അർജന്റീനയ്ക്ക്. സാക്ഷാൽ മെസ്സി തന്നെ ആ പെനാൽറ്റി എടുത്തു. പെനാൽറ്റി ഗോളി തട്ടിയകറ്റി. ഗാലറികളും ആരാധകരും നെഞ്ചു പൊട്ടിയ നിമിഷം. ഈ ലോകകപ്പിൽ 2-ാം തവണയാണ് മെസ്സിക്ക് പെനാൽറ്റി പിഴക്കുന്നത്. നേരത്തെ ഓസ്ട്രിയക്കെതിരെയും മെസ്സിക്ക് പെനാൽറ്റി പിഴച്ചിരുന്നു. 2-ാം പകുതിയുടെ തുടക്കം മുതൽ അർജന്റീന ആക്രമിച്ചു കളിച്ചു. എന്നാൽ കളിയുടെ ഗതിക്ക് വിപരീതമായി 58-ാം മിനിറ്റിൽ അർജന്റീനൻ വല ഒരിക്കൽ കൂടി കുലുങ്ങി. എന്നാൽ വാർ പരിശോധനയിൽ മറ്റൊരു ഫൗൾ നടന്നതിനാൽ അത് ഗോളായി കണക്ക് കൂട്ടിയില്ല. 67-ാം മിനിറ്റിൽ മുസ്തഫ സിക്ക അതിന്റെ കണക്ക് തീർത്തു. വീണ്ടും അർജന്റീനയ്ക്ക് ഇരുട്ടടി. 2-0 ഈജിപ്തിന്റെ ലീഡ്. ക്വാർട്ടർ മാത്രമല്ല, ഈ ലോകകപ്പ് തന്നെ നഷ്ടപ്പെടും എന്ന അവസ്ഥയിൽ നിന്നാണ് പിന്നീട് മെസ്സിയും കൂട്ടരും ആഞ്ഞു പിടിച്ചത്. എന്തു വിധേനയും ജയിക്കുക എന്നതായിരുന്നു അവരുടെ തന്ത്രം. അതിനായി 18 അടവും പയറ്റി. ഈജിപ്താകട്ടെ കോട്ടകെട്ടി പ്രതിരോധമുയർത്തി. അവിടെയും മെസ്സി അവതരിച്ചു. കളിയുടെ 79-ാം മിനിറ്റിൽ മെസ്സിയുടെ മനോഹരമായൊരു പാസ് ക്രിസ്റ്റ്യൻ റൊമേറോയ്ക്ക് തലവെച്ചു കൊടുക്കുകയേ വേണ്ടി വന്നുള്ളൂ. പന്ത് വലയിൽ. 1-ാമത്തെ ഗോൾ. പിന്നെയും അർജന്റീനൻ സംഘം ആർത്തുലച്ച് ഈജിപ്ത് ഗോൾ പോസ്റ്റിലേക്ക് എത്തി. അതിന് ഫലം കണ്ടു. ഇത്തവണ സാക്ഷാൽ മെസ്സി തന്നെ. 83-ാം മിനിറ്റിൽ മെസ്സി നിർണായക ഗോൾ നേടി അർജന്റീനയെ വിലപ്പെട്ട സമനിലയിലേക്ക് എത്തിച്ചു. പിന്നീടും കളി അർജന്റീനയുടെ കയ്യിലായിരുന്നു. ഇഞ്ചുറി ടൈമിലേക്ക് കളി നീങ്ങിയതോടെ അർജന്റീന ഗോളടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വീണ്ടും നടത്തി. അതും ഫലം കണ്ടു. എൻസോ ഫെർണാണ്ടസ് അതിമനോഹരമായൊരു ഗോൾ. വാക്കുകൾക്കും അപ്പുറം അതിമനോഹരമായൊരു ഹെഡർ. അർജന്റീനയുടെ വിജയ ഗോൾ. ഈജിപ്തിന് പുറത്തേക്കുള്ള വഴികാട്ടിയ ഗോൾ. അവിശ്വസനീയമെന്ന് എല്ലാവരും പറഞ്ഞു. ഈ ഒരു തിരിച്ചുവരവ് ആരും പ്രതീക്ഷിച്ചില്ല. 100 മിനിറ്റോളം നീണ്ട മത്സരത്തിന്റെ ആദ്യാവസാനം ശ്വാസം വിടാതെ കണ്ടു എന്ന അർജന്റീനൻ ആരാധകർ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോഴാണ് ആശ്വസിച്ചത്. ആ ആശ്വാസം അർജന്റീനൻ താരങ്ങളുടെ മുഖത്തും പ്രകടമായിരുന്നു. മെസ്സി ആനന്ദക്കണ്ണീരൊഴുക്കി. ഈ വിജയം ഇല്ലായിരുന്നുവെങ്കിൽ മെസ്സിയെ ദുരന്ത നായകനായി അവതരിപ്പിച്ചേനെ. അവിടെ നിന്നാണ് മെസ്സി വീണ്ടും വീരനായകനായി ഉയർത്തെഴുന്നേറ്റത്. മെസ്സിക്ക് തുല്യം മെസ്സി മാത്രം. അർജന്റീനയുടെ ഈ പോരാട്ടവീര്യം ഈ ലോകകപ്പിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ്. ഈ മത്സരത്തിലും മെസ്സി നിർണായകമായ ചില റെക്കോർഡുകൾ നേടി. 1966 ശേഷം ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകളുള്ള കളിക്കാരൻ എന്ന റെക്കോർഡാണ് മെസ്സിക്ക് സ്വന്തമായത്. മറഡോണയിൽ നിന്നാണ് മെസ്സി ആ റെക്കോർഡ് ഏറ്റുവാങ്ങിയത് എന്നതാണ് മറ്റൊരു കാര്യം. ഈ ലോകകപ്പിലെ മെസ്സിയുടെ ഗോൾ നേട്ടം 8 ഉയർന്നു. എംബാപ്പയും ഹാലണ്ടും മെസ്സിക്ക് പിന്നിലായി. ആകെ ഗോൾ നേട്ടം 21 മെസ്സി ഉയർത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇതൊരു മെസ്സി മാജിക്കാണ് എന്ന് അടിവരയിട്ട് പറയുന്നത്. അർജന്റീനയുടെ രക്ഷകൻ മെസ്സി എന്ന് അർജന്റീനക്കാർ ഒരിക്കൽ കൂടി പറയും. വീറുറ്റ ആ പോരാട്ടമാണ് അർജന്റീനയെ ക്വാർട്ടറിലേക്ക് എത്തിക്കുന്നത്. ഇനിയുള്ള വഴികൾ ഇതിനേക്കാൾ കഠിനമാകും. ആദ്യം കേപ്പ് വാർഡെ, പിന്നീട് ഈജിപ്ത്,
2 ആഫ്രിക്കൻ രാഷ്ട്രങ്ങളോട് അല്പമേറെ വിയർത്താണ് അർജന്റീന വിജയിച്ചത്. ഇനിയുള്ള മത്സരങ്ങൾ അർജന്റീനയ്ക്ക് വളരെ നിർണായകമാണ്. ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും ഫൈനലിലുമെല്ലാം അവയെ അതിജീവിക്കുക എന്നതാണ് അർജന്റീനയ്ക്ക് പ്രധാനം. അതിന് സ്കലോണിക്കും മെസ്സിക്കും കൂട്ടർക്കും കഴിയുമെന്ന് പ്രത്യാശിക്കാം. നന്ദി, നമസ്കാരം.